ഹായ് ഓൾ, വെൽക്കം ടു അനദർ ലോങ് വീഡിയോ ഫ്രം ദ നെറ്റേഴ്സ്. രാവിലെ 6 മണിക്ക് അലാം അടിച്ചെങ്കിലും ഞാനത് പിന്നെയും ക്ഷീണം കാരണം 6:20 എണീറ്റ് അവിടെ ഇരുന്ന് അമൃതം എടുത്ത് നിലുവിന് കൊടുക്കുന്നതാണിത്. അതിൻ്റെ ഇടയിൽ ഞാൻ കോട്ടുവ ഇടുന്നത് നിങ്ങൾ കാണാതിരിക്കാനാണ് ഞാൻ ആ സൈഡിലോട്ട് നോക്കി കോട്ടുവായ ഇടുന്നത്. ഇപ്പോൾ രാത്രിയിൽ ഒരു തവണ മാത്രമേ എണീക്കത്തുള്ളൂ. നമ്മുടെ ഈ ചാനലൊക്കെ തുടങ്ങുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുമായിരുന്നു രാത്രി ഉറക്കമില്ല, ഇവനൊരു 3-4 വട്ടം എണീക്കും, അമൃതം കുടിക്കുമെന്നൊക്കെ. ഇപ്പോൾ ഒരു തവണയേ ഉള്ളൂ എണീക്കുന്നത്. പിന്നെ കുറച്ച് പേര് എൻ്റെ ഏജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ 32 വയസ്സായി. കുക്കുവിന് ഈ സെപ്റ്റംബറിൽ 9 വയസ്സാവും. നിലുവിന് നവംബർ 30-ന് 2 വയസ്സ് കഴിഞ്ഞു. അവൻ്റെ ഡെലിവറി ഡേറ്റ് ജാനുവരി 24 ആയിരുന്നു. പക്ഷേ അവൻ പ്രീമച്യൂർ ആയിരുന്നു. ആ വണ്ടാനത്തെ ഇഷ്യൂ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു ഷോർട്സിൽ ഒരാൾ വന്നിങ്ങനെ കമൻറ്റ് ചെയ്തു, ചേച്ചി ഞാൻ ആ 24 ആ ന്യൂസ് കണ്ടപ്പോഴാണ് ചേച്ചിയാണെന്ന് മനസ്സിലായതെന്ന്. അങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ ഇടയിലുണ്ട് കേട്ടോ. 24-ൻ്റെ ന്യൂസിലൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ചാനലിലും ഞാൻ ആ ചങ്ങാതിക്കൂട്ടം കവർ ചെയ്ത ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇത് ഷോർട്സ് ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടും ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. പറ്റുമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ആദ്യത്തെ കമൻ്റായിട്ട് പിൻ ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നിങ്ങളത് കണ്ടാലും ഞെട്ടും. ആ ഇരിക്കുന്ന ഞാനും ഈ നിൽക്കുന്ന ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എനിക്ക് തന്നെ എന്നെ തിരിച്ചറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ പോലെയായിരുന്നു ആ സമയത്തൊക്കെ. കണ്ണാടിയൊക്കെ നോക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടം വരുമായിരുന്നു. എല്ലൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കറുത്ത്. എന്നുവെച്ചാൽ എനിക്ക് ഒരു പ്രഗ്നൻസി ടൈമിൽ തന്നെ എനിക്ക് ഒറ്റ സ്മെല്ലും പറ്റത്തില്ലായിരുന്നു. ഒരു ക്രീമോ സൺസ്ക്രീനോ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ അതിൻ്റെ കൂടെ കോവിഡും കൂടെ ആയപ്പോഴത്തേക്ക് എല്ലാം അടിപൊളിയായി. ഈവൻ ഞാൻ ഷാമ്പൂ പോലും ഉപയോഗിക്കത്തില്ലായിരുന്നു. എനിക്ക് പറ്റത്തില്ലായിരുന്നു. ഞാൻ ഛർദ്ദിക്കും ആ മണം വരുമ്പോഴത്തേക്ക്. നല്ല വ്യത്യാസമുണ്ട്, നിങ്ങൾ കണ്ടു നോക്കൂ. അപ്പോൾ ഇന്ന് രാവിലെ ഇതേ സാമ്പാറാണ് വെക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചിനും സാമ്പാർ എടുക്കാമല്ലോ. പിന്നെ ഇന്നലെ മാരിനേറ്റ് ചെയ്ത് വെച്ച കുറച്ച് ചിക്കൻ എടുത്ത് ഇന്ന് വറുത്തെടുക്കുന്നുണ്ട്. ലഞ്ചിന് സാമ്പാറും ചിക്കൻ ഫ്രൈയും, വേറൊന്നും ഉണ്ടാക്കുന്നില്ല. പപ്പടം വറുത്തതിരിപ്പുണ്ട്. പിന്നെ ഇന്ന് മൺഡേ ആണ്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. മൺഡേ ആയതുകൊണ്ട് തന്നെ ആലൻ വീട്ടിലുണ്ടാവും. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഗ്രാൻഡ് ആക്കാമെന്ന് കരുതി. പിന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ഹസ്ബൻഡിൻ്റെ ജോലിയായിരുന്നു. സിസിജി എക്കോ സ്പോർട്സ് എന്നും പറഞ്ഞ് പരവൂരിൽ ഒരു കയാക്കിംഗ് സെൻ്റർ ഉണ്ട്. അത് ആലൻ്റെ അളിയൻ ജെൻ ചേച്ചിയുടെ ഹസ്ബൻഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സംഭവമാണ്. പുള്ളി എബ്രോഡാണ്. ആലനാണത് നോക്കി നടത്തുന്നത്. ആലൻ ഒരു കൊമേഴ്ഷ്യൽ ഡൈവർ ആയിരുന്നു മംഗലാപുരത്ത്, ഞങ്ങളുടെ കല്യാണമൊക്കെ നടക്കുന്നത് വരെ. ഡ്രൈവറല്ല, ഡൈവർ. സാമ്പാറിനായിട്ട് ഞാൻ ഒരു ക്യാരറ്റ്, ഒരു ഇത്തിരി കുക്കുംബർ, ഒരു തക്കാളി, കുറച്ച് ചെറിയുള്ളി, 2-3 വെണ്ടയ്ക്കയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതെല്ലാം കൂടെ ക്ലീൻ ചെയ്ത് ഒന്ന് അരിഞ്ഞെടുക്കാം. ആലൻ ഡൈവിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാവുന്നതും അതൊരു മാരേജിലോട്ടൊക്കെ എത്തുന്നതും. ആ സമയത്ത് ഞങ്ങളുടെ വെഡ്ഡിങ് കാർഡൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇതുപോലെ എന്നെ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു, വെള്ളത്തിൻ്റെ അടിയിൽ പോയപ്പോൾ റോപ്പ് ഒന്ന് കുരുങ്ങി, അപ്പോൾ പെട്ടെന്ന് പാനിക്കായി, ഞാൻ വെഡ്ഡിങ് കാർഡും നിന്നെയൊക്കെ ഓർത്തുനിന്ന്. അതിനിടയിൽ പിന്നെയാണ് ചിന്തിച്ചത്, ഒരു നൈഫ് ഇവരിങ്ങനെ കരുതും, അങ്ങനെ എന്തെങ്കിലും പറ്റിയാൽ റോപ്പ് കുരുങ്ങിക്കിടക്കുന്നത് വെട്ടിക്കളയാനായിട്ട്. അപ്പോൾ പിന്നെ അത് ഓർമ്മ വന്നു. ഫസ്റ്റ് ആ പാനിക്കൊക്കെ കഴിഞ്ഞ് എന്തോ ചെയ്യാൻ പറ്റുമെന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് അത് ഓർമ്മ വന്നത്. അപ്പോൾ ഇതെല്ലാം എന്നോട് പറഞ്ഞപ്പോഴത്തേക്ക് ഈ സിറ്റുവേഷനൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ കണ്ടു. കറക്റ്റ് ആ ഒരു ടൈമിൽ എന്ന് നിൻ്റെ മൊയ്തീൻ മൂവി ഇറങ്ങി. അതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പേടിയായി. അപ്പോൾ പിന്നെ ഇതെങ്ങനെയും നിർത്തിക്കണം എന്നൊക്കെ ഇങ്ങനെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കറക്റ്റായിട്ട് മാരേജ് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇവിടുത്തെ ഷെൽഫിൽ ആളൊരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒളിച്ചു വെച്ചിരിക്കുന്നു. ഡൈവ് ചെയ്തപ്പോൾ ഇയർ ഡ്രം ബസ്റ്റായി. അപ്പോൾ ഇനി ഡൈവ് ചെയ്യണ്ട, ഇത്ര നാളത്തേക്ക് ഡൈവ് ചെയ്യണ്ട എന്നൊക്കെ അതിൽ എഴുതിയേക്കുന്നു. അപ്പോൾ ഞാൻ വലിയ കാര്യത്തെ കിട്ടിയടാ അപ്പം കിട്ടിയെന്നും പറഞ്ഞ് അതെടുത്തുകൊണ്ട് വന്ന് മമ്മീനെയൊക്കെ കാണിച്ചു. ആ ഒരു ഇയറിൽ തന്നെ എന്താണെന്നറിയത്തില്ല, ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് എല്ലാം അങ്ങനെ വന്നു. അളിയൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു സിസിജി എക്കോ സ്പോർട്സ്. അപ്പോൾ ആ വർഷമാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നതും കയാക്സൊക്കെ ഇറക്കുന്നതും. അപ്പോൾ ഞാൻ ഇതിൽ മുമ്പും പറഞ്ഞിട്ടുണ്ട്, സ്കൂൾ ആലൻ്റെ പേരൻസിൻ്റെയാണ്. അപ്പോൾ ഓൾറെഡി ഞാനും നമ്മുടെ ഫാമിലി ബിസിനസ്സിലൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പം ആ ഒരു ടൈമിൽ അങ്ങനെ ഒരു ഡിസിഷൻ അങ്ങ് എടുത്തു, ആലനും അങ്ങനെ ജോയിൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഫോഴ്സ് ചെയ്ത് എടുപ്പിച്ചു. അങ്ങനെയാണ് ആലനെ മംഗലാപുരത്ത് നിന്ന് ഞാൻ നാട്ടിൽ സെറ്റിലാക്കിയത്. പിന്നെ ആലൻ്റെ പേരൻസ് എന്താണ് ഇവിടെ നിൽക്കാത്തത് എന്ന്, ഇത് ഞാൻ കല്യാണം കഴിച്ച് വന്ന വീടാണ്, ഇത് കുടുംബമാണ്. ആലൻ്റെ പേരൻസ് ചേച്ചീൻ്റെ കൂടെ ഞാൻ അവിടെ പോയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ട്. ഇനി വരുമ്പോൾ ഞാനത് കാണിച്ചു തരാം. 2 വീട് ഒരു കോമ്പൗണ്ടിലാണ്. അപ്പോൾ അളിയൻ തിരിച്ച് എബ്രോഡ് പോകുമ്പോൾ, അളിയൻ എൽകോം എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. എബ്രോഡ് പോകുന്ന സമയത്ത് ചേച്ചിയും കുട്ടികളും മാത്രമേ ഉള്ളൂ. പുലിച്ചിറ എന്ന് പറയുന്നത് വളരെ ക്വയറ്റായിട്ടുള്ളൊരു, കുറച്ചുകൂടെ നമ്മുടെ ഇത്രയും ഒരു ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. കാമൻ ക്വയറ്റാണ്, പക്ഷെ അതുപോലെ കുറച്ച് ഐസൊലേറ്റഡ് ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ മമ്മിയും ഡാഡിയും ഒരു കോമ്പൗണ്ടിൽ 2 വീടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൽ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ചേച്ചിയും കുട്ടികളും ചേട്ടനും ഒക്കെ ആയിട്ട് മറ്റൊരു വീട്ടിൽ. 2 വീടും തമ്മിൽ ചെറിയൊരു ഫെൻസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ സാമ്പാറിലേക്ക് ഇപ്പം ഇട്ടത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്തിരി കായപ്പൊടി, കുറച്ച് സാമ്പാർ മസാല, ഇത്തിരി മല്ലിപ്പൊടി.
ഇതെല്ലാം പരിപ്പ് ഒരു വിസിലടിച്ച് വെന്തതിന് ശേഷമാണ് കേട്ടോ. ഒരു ഇത്തിരി പുളിവെള്ളം കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടി ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സാമ്പാർ താളിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യലാക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയതാണെന്ന് തോന്നുന്നു ഇവിടെ വരെ എത്തിയത്. അപ്പോൾ അതേ ഞാൻ മസാല ദോശയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കുന്നത്. ഞാൻ വളരെ റെയർ ആയിട്ട് ഉണ്ടാക്കുന്ന ഐറ്റമാണ്. ദോശയും സാമ്പാറും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇനി എന്തിനാ കുറച്ച് കിഴങ്ങ് മസാലയും കൂടി ഇതിൻ്റെ തൊട്ടെടുത്ത് വെക്കുന്നത്, ഇത്രയും ആഡംബരമൊക്കെ മതിയെന്ന്. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ മസാല ദോശ ഉണ്ടാക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. മസാല ദോശയുടെ അകത്തുള്ള മസാല ഉണ്ടാക്കാനായിട്ട് ഏറ്റവും പറ്റിയ മാർഗ്ഗമാണ് നമ്മളിപ്പോൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത പാനിൽ ഇത്തിരി കൂടെ എണ്ണ ഒഴിച്ച് അതിലിതങ്ങ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ചിക്കൻ വറുത്ത എണ്ണയൊക്കെ ആകുമ്പോഴത്തേക്ക് ആ മസാലയുടെയൊക്കെ ഒരു നല്ലൊരു ഇത് ഈ പൊട്ടറ്റോയിലും പിടിക്കും. അപ്പോൾ അതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതെല്ലാം കൂടെ അരിഞ്ഞു കൂട്ടാം. കോവിഡിൻ്റെ ടൈമിലാണ് ഞാൻ ഈ കുക്കിംഗ് ഒക്കെ പഠിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഞങ്ങൾ ആക്ച്വലി പുലിച്ചിറയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വീട്ടിലായിരുന്നു. നിലുവിൻ്റെ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഫസ്റ്റ് മന്ത് തൊട്ട് സഹിക്കാൻ പറ്റാത്തത്ര വോമിറ്റിങ്ങും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ വീട് നിങ്ങൾക്കറിയാമല്ലോ, ഇവിടുന്ന് ഒരു മതിലിനപ്പുറമാണ്. അപ്പോൾ ഞാൻ വീട്ടുകാരുടെയൊക്കെ അടുത്ത് നിൽക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനൊരു ഷിഫ്റ്റ് ഞങ്ങൾ ഇങ്ങോട്ടങ്ങ് ചെയ്തത്. ഞാൻ കിങ്സ് ഇൻ്റർനാഷണൽ സ്കൂളിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതും എനിക്ക് നിർത്തേണ്ടി വന്നു. അത്ര രാവിലെ ഒന്നും എനിക്ക് എണീറ്റ് പോകാനേ പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നൊരവസ്ഥയല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാനൊരു പതുക്കെ ഒരു വർക്ക് ഫ്രം ഹോമിൻ്റെ ഒരു ഇതിലാണ് ഇത് തുടങ്ങിയത്. ഇപ്പോൾ ഞാൻ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് നമ്മുടെ സ്കൂളിൽ തന്നെയാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ചിക്കൻ വറുത്ത എണ്ണയിൽ കുറച്ച് സവാള ഇട്ട് വഴറ്റി അത് വഴന്നു വന്നപ്പോൾ ഇത്തിരി പൊട്ടറ്റോയും കൂടി ഇട്ട് കൊടുത്ത് ഇത്തിരി ഉപ്പ് മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇട്ട് അതെല്ലാം കൂടെ വേവാനായിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കിനി മസാല ദോശയ്ക്കുള്ള ചട്നി റെഡിയാക്കി എടുക്കാം. തേങ്ങയും കറിവേപ്പിലയും 2 പച്ചമുളകും ഇത്തിരി ഇഞ്ചിയും 2-3 ചുവന്നുള്ളിയും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ച് ചട്നി അരച്ചെടുക്കാം. നമ്മുടെ സാമ്പാർ ഒരു ബൗളിലേക്ക് മാറ്റാം. ആ ഒരു ടൈം കൊണ്ട് ഇതേ ചോറിന് വിസിലായി അതെടുത്ത് മാറ്റി വെച്ചാൽ ഇത്തിരി കഴിഞ്ഞിട്ട് നമുക്കതങ്ങ് അടച്ചിടാം. ഈ ഐബിലിൻ്റെ പാത്രങ്ങളൊന്നും ഓൺലൈൻ അല്ല കേട്ടോ, ഇതൊക്കെ ഞാൻ വന്നപ്പോഴേ ഇവിടെ ഉള്ള പാത്രങ്ങളാണ്. അതിൻ്റെ അകത്തൊരു പാത്രം എടുത്ത് അതിലേക്ക് ചട്നി വെച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് താളിച്ചിടാം. അപ്പോഴേക്ക് ഏതോ പേരൻ്റ് വിളിച്ചു, ലീവിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനായിരിക്കും. ഇങ്ങനത്തെ കുറച്ച് കോൾസ് രാവിലെ വരാറുണ്ട് കേട്ടോ. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങളാരും അത് ഒഫെൻസീവായിട്ട് എടുക്കരുത്. നിങ്ങളൊരു ടീച്ചറിനെ, നിങ്ങളുടെ കുഞ്ഞിൻ്റെ ടീച്ചറിനെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് ഒന്നെങ്കിൽ ആഫ്റ്റർ 10 o'clock അവിടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ തലേന്ന് നൈറ്റ് ഒരു 6 to 8 അകത്ത് വിളിക്കുക. ഈ ഒരു ടൈമിൽ ഞാനിപ്പോൾ ഈ പെടാപ്പാട് പെടുന്ന കണക്ക് തന്നെ സകല ആൾക്കാരും ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും കിച്ചണിലെ ജോലിയൊക്കെ തീർത്ത് ലഞ്ചും പൊതിഞ്ഞ് സ്കൂളിലോട്ട് എത്താനായിട്ട്. അപ്പോൾ എന്താണെങ്കിലും ആ ഒരു ടൈം ഒഴിവാക്കിയാൽ ആസ് എ ടീച്ചർ ഞങ്ങളെല്ലാവരും നിങ്ങളോട് കടപ്പെട്ടിരിക്കും. പിന്നെ ഒരു മെസ്സേജിലോ വോയിസ് നോട്ടിലോ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് കേട്ടോ. ഞാൻ ആദ്യം എന്തെങ്കിലും ഒരു കാര്യത്തിന് ആരെങ്കിലും വിളിക്കണമെങ്കിൽ ഞാൻ ആദ്യം ഒരു മെസ്സേജ് ആയിരിക്കും അയക്കുക. അതിന് ഫോളോ അപ്പ് കിട്ടിയില്ലെങ്കിൽ ആയിരിക്കും ഞാൻ വിളിക്കുന്നത്. പിന്നെ ഈ അത്യാവശ്യം കുട്ടികൾ വീഴയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ മെസ്സേജൊന്നുമല്ല, നമ്മൾ അപ്പം തന്നെ വിളിക്കും. ഞാൻ അപ്പം തന്നെ വിളിക്കും. ഇന്നിപ്പോൾ രാവിലെ ഇത്ര വിശാലമായിട്ട് മസാല ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കുക്കുവിന് ലഞ്ചിന് മസാല ദോശ തന്നെയാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ അവന് കൊടുത്തു വിടാനായിട്ട് ഒരു എഗ്ഗും കൂടെ ഞാൻ ബോയിൽ ചെയ്യാനായിട്ട് റൈസിലിട്ടിട്ടുണ്ടായിരുന്നു, അതെടുത്ത് വെച്ചു. അപ്പോൾ ആരോ ഒരാൾ പറഞ്ഞു എഗ്ഗ് ഇങ്ങനെ ബോയിൽ ചെയ്യുന്നത് നല്ലതല്ലാന്ന്. നമ്മളത് അതായത് അരിയുടെ കൂടെ അത്ര നേരം തിളപ്പിക്കുമ്പോഴാണ് ഈ സ്റ്റാർച്ച് മൊത്തം എഗ്ഗ് പിടിച്ചെടുക്കുന്നത്. പക്ഷേ കുക്കറിലാണെങ്കിൽ ദിസ് ഇസ് ഹാർഡ്ലി ലൈക്ക് ഒരു 30 മിനിറ്റ്സ് പോലും 35 മിനിറ്റ്സിനുള്ളിൽ ചോറാവും. അതിനുള്ളിൽ തന്നെ ഞാൻ അടച്ചിട്ടത് എടുക്കുകയും ചെയ്യും. അപ്പോൾ അധിക നേരം എഗ്ഗ് അതിനുള്ളിൽ കിടക്കുന്നില്ല. പിന്നെ ലേശം ഒരു ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ടാവും. പക്ഷേ ഞാനത് ഗൂഗിൾ ചെയ്തൊക്കെ നോക്കിയിട്ട് അത് വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പിന്നെ എല്ലാത്തിലും മുഖ്യം എനിക്കിത്തിരി എളുപ്പം അതാണ്. അങ്ങനെ ദേ നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മസാല ദോശ ചെയ്യാനായിട്ട് തുടങ്ങി. കുക്കുവിൻ്റെ ലഞ്ചിനായിട്ട് ആദ്യം ഞാനൊരു 2 മസാല ദോശ ചെറുതായിട്ട് എടുക്കുന്നുണ്ട്. അത്ര വലുതാണെങ്കിൽ അവൻ്റെ ലഞ്ച് ബോക്സിൽ വെക്കാനും പാടായിരിക്കും. അത് വീണ്ടും സംഭവിച്ചിരിക്കുന്നു. നിങ്ങൾ തന്നെ നോക്കൂ, ഞാൻ തൊട്ടടുത്തുണ്ടായിരുന്നു. ആ ദോശമാവിൻ്റെ കരണ്ടി എൻ്റെ കയ്യിലായിപ്പോയി. അല്ലെങ്കിൽ അത് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇതിൻ്റെ ഇടയിൽ നിങ്ങളൊരു ചെറിയ മൂളക്കം പോലെ കേൾക്കുന്നത് അകത്ത് നിലു കരയുന്നതാണ്. വാശിയെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വാശിയാണ്. അവനിപ്പോൾ സദാ അയ്യയ്യോ പണിപ്പാളിയല്ലോ പാട്ട്, ലോലാ ലോല പാട്ട്, അത് കഴിഞ്ഞ് മിന്നൽ വള കാണണം. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ കുക്കുവിനും അലനും ഒക്കെ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അവരിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റിയിടുമ്പോഴത്തേക്കാണ് ഈ നിലവിളിയുള്ളത്. ഞാൻ രാത്രി എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ സൗണ്ട് ഇടാനായിട്ട് കാറിൽ കയറി ഇരിക്കുന്നത്. അപ്പോൾ ഈ കാക്കയുടെ കരച്ചിലും ഒന്നും കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഇനി കുറച്ച് നേരത്തേക്ക് അകത്ത് എന്ത് നടന്നാലും ഞാൻ ഇടപെടത്തില്ല. ഇത് തീരണമല്ലോ, അലൻ നോക്കിക്കോളും. അപ്പോൾ ഇനിയുള്ള മസാല ദോശകളൊക്കെ കുറച്ച് വലുതായിട്ട് തന്നെ ചെയ്യാം. എനിക്ക് അലനും ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. അപ്പോൾ കുക്കു സാറിൻ്റെ ലഞ്ചിന് ഇതേ ദോശയും മസാല ദോശയും എഗ്ഗും സാമ്പാറും ചമ്മന്തിയൊക്കെ എടുത്ത് വെച്ചു. സ്നാക്സിനായിട്ട് കുറച്ച് ചിപ്സും ഒരു പീസ് കേക്കും വെച്ചു. കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഇട്ടപ്പോഴേ ഇഡ്ലി മാവിൽ എന്തിനാ സോഡാപ്പൊടി ഇടുന്നതെന്ന് നിങ്ങൾ ചോദിച്ചിരുന്നു. അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കാൻ മറന്നുപോയി. എനിക്ക് പെട്ടെന്ന് ഇഡ്ഡലി ഉണ്ടാക്കുകയും വേണം. അപ്പോൾ പിന്നെ അതൊന്ന് പൊങ്ങണമെങ്കിൽ ആ പ്രയോഗം വേണം, അതുകൊണ്ടാണ് ആഡ് ചെയ്തത്.
പക്ഷേ എനിക്ക് തോന്നുന്നു അമ്മയും ലില്ലിയമ്മച്ചിയൊക്കെ ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യും. തലേന്നൊക്കെ ഇങ്ങനെ മാവ് റെഡിയാക്കി വെക്കുമ്പോൾ ഒരു നുള്ളു സോഡാപ്പൊടി വെള്ളത്തിൽ കലക്കി അതിലൊഴിച്ച് ഇങ്ങനെ ഇവർ കലക്കി വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അമ്മയും ലില്ലിയമ്മച്ചിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാനും അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ അങ്ങ് ചെയ്യും. മസാല ദോശ ലഞ്ചിന് കൊടുത്തു വിടുന്നതുകൊണ്ട് രാവിലെ ഞാൻ അവന് കോൺഫ്ലെക്സ് ആണ് കേട്ടോ കൊടുക്കുന്നത്. രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ ഒരേ സാധനം തന്നെ കഴിക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ മടുപ്പൊക്കെ തോന്നത്തില്ലേ. അപ്പോൾ പറ്റുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ വെറൈറ്റി ആയിട്ട് ചെയ്യാറുണ്ട്. ഞങ്ങൾ തന്നെ ഉച്ചയ്ക്ക് എടുക്കുന്ന ലഞ്ചിൻ്റെ സംഭവങ്ങളൊന്നും അധികം രാത്രി കഴിക്കാറില്ല. അപ്പോൾ അവൻ വീണ്ടും രാത്രി വന്നാലും ചോറും സാമ്പാറും ആയിരിക്കും കഴിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് രാവിലെ കോൺഫ്ലെക്സ് ആക്കി അവന് മാത്രം. ഇതിനിടയിൽ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പുതിയതായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവരോടും എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ എൻ്റർടൈൻ ചെയ്യുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സപ്പോർട്ട് ചെയ്യുന്നതിനും കൂടെ നിൽക്കുന്നതിനും ഒക്കെ താങ്ക് യു. ആ മസാല 3 ദോശ ഉണ്ടാക്കാനേ തികഞ്ഞുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ അതങ്ങ് നിർത്തി. മസാല ദോശയല്ലേ, 3 മതി. 2 ആലൻ കഴിക്കും, 1 ഞാൻ കഴിക്കും. എന്നിട്ട് ഞാൻ രാവിലത്തെ മോർണിംഗ് കോഫി ഇടുന്നത് നിങ്ങൾ കണ്ടില്ലല്ലോ. ഞാൻ കോഫി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. മസാല ദോശയൊക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതിൻ്റെ കൂടെ കുടിക്കാനായിട്ട് പാൽ കോഫി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ കുറച്ച് പഞ്ചസാരയും ബ്രൂവിൻ്റെ കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് നമ്മുടെ ആ ഒരു ഇലക്ട്രിക്കിൻ്റെ വിസ്ക് വെച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തു. ഇതിൻ്റെ ലിങ്ക് ഞാൻ തിയേറ്ററിലെ കാപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്സിൽ കൊടുത്തിട്ടുണ്ട്. അത് അധികം റേറ്റ് ഇല്ലാത്ത സാധനമാണ്. ബാറ്ററി നമ്മൾ മേടിച്ചിടണം കേട്ടോ. നമുക്ക് ഈ തിയേറ്ററിൽ നിന്നൊക്കെ കിട്ടുന്ന കോഫി പോലത്തെ കോഫി കിട്ടും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. കുക്കു സാർ കഴിച്ചിട്ട് എണീറ്റ് പോയി കേട്ടോ. 2ാമത്തെ മസാല ദോശ അലൻ എടുത്തിട്ട് എൻ്റെ ഹാഫ് എനിക്ക് വെച്ച് തന്നു. അങ്ങനെ ഞങ്ങൾ 1.5 മസാല ദോശ വീതം കഴിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ വണ്ടിയൊക്കെ എടുത്തു. മഴ പെയ്ത് കഴിഞ്ഞാൽ വണ്ടി വീണ്ടും സ്റ്റാർട്ടാവുന്നില്ല. എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ മന്ത് ഞാൻ ശരിയാക്കുമെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ, ഈ മന്ത് ശരിയാക്കി. എന്നിട്ടാണ് ഞാനത് സ്കൂളിൽ കൊണ്ടുപോകാൻ തുടങ്ങിയത്. പക്ഷേ വീണ്ടും മഴ വരുമ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇനി അടുത്ത മന്തേ നടക്കത്തുള്ളൂ, ബഡ്ജറ്റില്ല. അപ്പോൾ ഇനി ജൂലൈയിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ ബാറ്ററി മാറ്റാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വർക്ക്ഷോപ്പിൽ ഇങ്ങനെ കൊണ്ടുവരുന്നത് കൊണ്ട് വലിയ ഫലമൊന്നുമില്ല. ഒരു മഴയ്ക്ക് തീർന്നു. അങ്ങനെ ഞങ്ങൾ സ്കൂളിലേക്ക് ഇറങ്ങുവാണ്. മഴയില്ലേന്ന് ചോദിച്ചാൽ മഴയുണ്ട്, മഴയുണ്ടോ എന്ന് ചോദിച്ചാൽ മഴയില്ല. അങ്ങനത്തെ രീതിയിൽ ഇവിടെ ഇങ്ങനെ പൊടിഞ്ഞ് ഇങ്ങനെ നിൽക്കുക. എന്തായാലും പെയ്യും ഇന്നത് ഉറപ്പാണ്. സ്കൂളിൽ നിന്ന് 3 പരിപാടികളുണ്ടായിരുന്നു. ഒന്ന് കഴിഞ്ഞ ദിവസം ഹരിത മിഷൻ എന്നാന്ന് പറഞ്ഞിട്ട് 2 പേര് വന്നിട്ട് നമ്മുടെ സ്കൂളിലുള്ള കുട്ടികളുടെ അടുത്ത് ഒരു 10 തൈ സ്കൂളിലേക്ക് കൊണ്ടുവരണം, അത് സ്കൂളിൽ നടണം. എന്നിട്ട് സെപ്റ്റംബർ 1 ഫോട്ടോ നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കണം. സെപ്റ്റംബർ 1 അവർ വന്ന് നോക്കും, ആ തൈ വളർന്നിട്ടുണ്ടോ എന്നുള്ളത് അവർക്ക് അറിയണം. 1 കോടി വൃക്ഷങ്ങൾ മൊത്തത്തിൽ നടാനായിട്ടുള്ള സർക്കാരിൻ്റെ എന്തോ പദ്ധതിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്രയും കുട്ടികളാണ് തൈ കൊണ്ടുവന്നിട്ടുള്ളത്. അവരുടെയൊക്കെ കയ്യിൽ നിന്ന് തൈ മേടിച്ച് സ്കൂളിൻ്റെ ബാക്കിൽ നമുക്കൊരു ഇത്തിരി കോമ്പൗണ്ട് ഉണ്ട്. അവിടെ ഡാഡ എല്ലാ തൈയും നട്ടു. എല്ലാ തൈയും അല്ല, 3-4 എണ്ണം നട്ടു. 3-4 എണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ബാക്ക് സൈഡിലായിട്ടൊക്കെ കൊണ്ടുവയ്ക്കാമെന്ന് കരുതിയിട്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞത് ഫ്ലാഗ് ഡേയോടനുബന്ധിച്ചിട്ട് പിള്ളേരെടുത്ത് അവർ ഫ്ലാഗ് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഫ്ലാഗോ ഓർഗനൈസേഷൻ്റെ ഫ്ലാഗോ ഒക്കെ ആകാം. റിലീജിയസ് ആയിട്ടുള്ള ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊളിറ്റിക്കലായിട്ടുള്ളത്. അങ്ങനെ അവർ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഫ്ലാഗൊക്കെയാണിത്. അപ്പോൾ ഓരോ സെക്ഷനായിട്ട് കിൻഡർഗാർട്ടൻ, ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി വെച്ച് ഫ്ലാഗ് ഉണ്ടാക്കി കൊണ്ടുവന്നവരെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി ഇന്ന് നമ്മുടെ സ്കൂൾ ഇലക്ഷനാണ്. തിങ്ക് ട്വൈസ് വോട്ട് വൈസ്. കുക്കു സാറ് മത്സരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ തലതൊട്ട പുത്രൻ നോയയും മത്സരിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ എടുക്കുന്ന സബ്ജക്ട്സ് കമ്പ്യൂട്ടറും ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ കോമ്പോസിഷനും പിന്നെ ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിങ്ങുമാണ്. ഇത് എനിക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ദിവസത്തിൽ എനിക്കൊരു 3 പീരീഡ്സ് ഉണ്ടാവും, ചിലപ്പോൾ 2. ബാക്കിയുള്ള എൻ്റെ ടൈമൊക്കെ ഇതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇവൻറ്റ്സ്, സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ടുള്ളതാണ്. ഇത് ആസ് എ ടീച്ചർ ആൻഡ് ഇവൻറ്റ് കോർഡിനേറ്റർ. പിന്നെ അക്കാഡമിക് ഓഫീസറായിട്ട് ലെസൺ പ്ലാൻ ചെക്ക് ചെയ്യുക, കുട്ടികളുടെ നോട്ട്സ് ചെക്ക് ചെയ്യുക, സ്റ്റാർസ് ഓഫ് ദ മന്ത് അതൊക്കെ നോക്കുക, അങ്ങനത്തെ ഉള്ള പരിപാടികളൊക്കെ ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ടൈപ്പ് ചെയ്യുക, സെറ്റ് ചെയ്യുക, അതൊക്കെ ഇനി വരുന്നതല്ലേ ഉള്ളൂ. ഓണം എക്സാം ഒക്കെ ആവുന്നതല്ലേ ഉള്ളൂ. കുക്കു ആദ്യത്തെ വോട്ട് ചെയ്തു. കാൻഡിഡേറ്റ്സ് ആണ് കേട്ടോ ആദ്യം വോട്ട് ചെയ്തത്. പിന്നെ നോവ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 8 പേരുണ്ടായിരുന്നു, ഹെഡ് ബോയ്, ഹെഡ് ഗേൾ, ഡെപ്യൂട്ടി ഹെഡ് ബോയ്, ഡെപ്യൂട്ടി ഹെഡ് ഗേൾ ആയിട്ട് മത്സരിക്കാനായിട്ട്. അവരെ അവിടെ ഇങ്ങനെ നിരത്തി നിർത്തിയിട്ടുണ്ടായിരുന്നു. അവർക്ക് ആൽഫബറ്റ്സും നമ്പേഴ്സുമാണ് ചെസ്റ്റിൽ കുത്തി കൊടുത്തേക്കുന്നത്. എല്ലാ അവേഴ്സിലും ഓരോ ടീച്ചർ വീതം ഫ്രീ ആയിരിക്കും. ആ ഓരോ ആൾക്കാരായിരിക്കും എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ചെസ്റ്റിൽ കുത്തി കൊടുത്തിരിക്കുന്ന ആൽഫബറ്റും നമ്പേഴ്സും ആണ് ഇവർ ഈ ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്നത് പോലെ അത് പറഞ്ഞ് മിസ് അത് എഴുതി വോട്ട് ചെയ്യുന്നത്. പിന്നെ കൗണ്ടിങ്, റിസൾട്ട് വെനസ്ഡേ അനൗൺസ് ചെയ്യത്തുള്ളൂ. ഇവൻസിൻ്റെയൊക്കെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എഡിറ്റ് ചെയ്ത് വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ മഴയും എത്തി. അപ്പോഴേ നമുക്കിനി നാളെ കാണാം കേട്ടോ. ബൈ.